സെപ്റ്റംബർ 17-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മലപ്പുറത്ത് നിപ്പ റിപ്പോർട്ടഡ് ആയി എന്നുള്ളതാണ്. അതായത് മലപ്പുറത്ത് മരണപ്പെട്ട യുവാവ് അത് നിപ്പ പോസിറ്റീവ് ആയിട്ടുണ്ട്. സോ ആ മേഖലയിൽ വീണ്ടും ക്വാറന്റൈൻ മെഷേഴ്സ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിപ്പ പോലുള്ള വൈറസുകൾ നമ്മുടെ രാജ്യത്ത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ മുന്നേയും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു നിപ്പ എന്ന് പറയുന്ന വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ വരുന്നതാണ്. അപ്പൊ മലപ്പുറം ജില്ലയിൽ, കേരളത്തിലെ മലപ്പുറം ജില്ലയിലാണ് നിപ്പ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മുന്നേയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വൈറൽ ഇൻഫെക്ഷൻ. ഏകദേശം 175 ആൾക്കാരാണ് ഈ ഒരു വിക്ടിമുമായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നത്. അവരെ ക്വാറന്റൈനിലേക്ക് പോയിട്ടുണ്ട്. 74ഓളം ആൾക്കാർ ഹെൽത്ത് വർക്കേഴ്സ് ആണ്. അതുപോലെ 104ഓളം ആൾക്കാർ പ്രൈമറി ലിസ്റ്റിൽ പെടുന്നുണ്ട്, ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നിപ്പ എന്ന് പറയുന്ന വവ്വാലിൽ നിന്നൊക്കെ പടരുന്ന ഈ ഒരു വൈറസ് ഇപ്പോൾ റിപ്പോർട്ടഡ് ആയിട്ടുണ്ട്, ഫ്രീക്വന്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വരും ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇപ്പോൾ നിപ്പ എന്ന് പറയുന്ന രോഗം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത കാര്യം മനസ്സിലൊന്ന് വെക്കുക. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഹെൽത്ത് സെക്ടറിൽ വരുന്ന അഡ്വർടൈസ്, അതായത് പ്രത്യേകിച്ച് മിസ്ലീഡിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റുമായി ബന്ധപ്പെട്ടാണ്. പല മരുന്നുകളും അല്ലെങ്കിൽ പല ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പോണന്റുകളും വലിയ ക്ലെയിംസുമായിട്ട് വരുന്നുണ്ട്. അത് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പൊ ക്ലാരിറ്റി ഓഫ് വിഷൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു എഡിറ്റോറിയൽ ആണ്. ആക്ച്വലി ഇവിടെ ഈ ഒരു കണ്ണ് ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു മരുന്നുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ എഡിറ്റോറിയൽ ആണ് വന്നിട്ടുള്ളത്. അതായത് ചില കമ്പനികൾ, അതായത് ഈ ഒരു പ്രസ് ബയോപ്പിയ എന്ന് പറയുന്ന ഒരു രോഗത്തിന്, കണ്ണിന്റെ രോഗത്തിന് ഒരു ഐ ഡ്രോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഐ ഡ്രോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവരുടെ പരസ്യത്തിൽ അവർ പറഞ്ഞു വെച്ചാൽ ഈ ഒരു ഐ ഡ്രോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് റീഡിംഗ് ഗ്ലാസിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു ക്ലെയിം ആണ് വാദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം സെൻട്രൽ ഡ്രഗ്സ് ആൻഡ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ പരിധിയിലേക്ക് വരികയും അവർ ഈ കമ്പനിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. കാരണം അവരുടെ ക്ലെയിം എന്ന് പറയുന്നത് ഓതറൈസ്ഡ് ആയിരുന്നില്ല. അതായത് ഇത്തരത്തിലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്നുണ്ട് വിവിധ അഡ്വർടൈസിംഗ് ചാനലിലൂടെ എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വിഷയം, ഈ ഒരു കാര്യം മീഡിയ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഈ ഒരു ക്ലെയിമിനെ കുറെ കൂടി ആംപ്ലിഫൈ ചെയ്യുകയും ആൾക്കാര് ഇത് ശരിയാണെന്ന് ധരിച്ചിട്ട് ഇതിന്റെ ഇഫക്റ്റീവ്നെസ് പരിശോധിക്കാനും മറ്റുമൊക്കെ ഈ പ്രൊഡക്റ്റുകൾ വാങ്ങാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഫാർമ കമ്പനി ആർഗ്യൂ ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ പ്രൊഡക്റ്റ് ഓൾറെഡി ക്ലിനിക്കൽ ട്രയലിൽ അപ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ബട്ട് ഈ ഒരു പ്രോബ്ലം വന്നത് എങ്ങനെയാ വെച്ചാൽ ഇത് മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായി മാറി. കാരണം സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അത് ഏറ്റെടുത്ത് വളരെയധികം വൈറലായി മാറിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്ലെയിമിലേക്ക് അത് പോയത്. അല്ലാതെ അവർ അത്തരത്തിലുള്ള ഒരു ക്ലെയിം ഉന്നയിച്ചതല്ല എന്നുള്ള രീതിയിലാണ് കമ്പനി പറയുന്നതായിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒരു മെഡിക്കൽ അല്ലെങ്കിൽ ഒരു മെഡിസിൻ അല്ലെങ്കിൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റിനെ സയന്റിഫിക് ആയിട്ടുള്ള ഡാറ്റയും ഫാക്റ്റും അനുസരിച്ചുകൊണ്ട് മാത്രം അതിന്റെ ക്ലെയിംസ് ഉന്നയിക്കുന്നതിന്റെ ഒരു ആവശ്യകതയെ കുറിച്ചാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും എനർജി ഡ്രിങ്കുകളൊക്കെ വരുന്ന സമയത്ത് അവ ഹൈറ്റ് കൂടും, നീളം കൂടും, വെയിറ്റ് കൂടും, മസിൽ വരും എന്നൊക്കെ പറഞ്ഞ പലതരത്തിലുള്ള ക്ലെയിംസും പറയാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ക്ലെയിംസ് എല്ലാം തന്നെ സയന്റിഫിക് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതായത് ഇതിന്റെ മേലെ കൃത്യമായിട്ടുള്ള റിസർച്ചും എവിഡൻസും ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ബിയർ സ്പെക്കുലേഷന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉണ്ടാക്കിയ മരുന്ന് അടിപൊളിയാണ്, അത് കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഹെൽത്ത് വെക്കും എന്ന് പറയുന്ന ക്ലെയിംസ് അല്ല ഉണ്ടാവേണ്ടത്. ഈ ഒരു CDSCO പോലുള്ള ഓർഗനൈസേഷൻസ് അവർ ഇത്തരത്തിലുള്ള മെഡിക്കൽ ക്ലെയിമുകളെ കൃത്യമായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ അവരുടെ ക്ലെയിമുകളെ കൃത്യമായിട്ട് പരിശോധിക്കുകയും അവർ സ്പെസിഫിക് സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മാർക്കറ്റ് ചെയ്യുന്നതിന് മുമ്പ്, മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവയ്ക്ക് മേലെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പേ ഉറപ്പുവരുത്തേണ്ടതാണ്. അല്ല എങ്കിൽ ഇത്തരത്തിലുള്ള എക്സാഗ്രേറ്റിംഗ് ആയിട്ടുള്ള ക്ലെയിംസ് വർദ്ധിച്ചു വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള സയന്റിഫിക് വാലിഡേഷൻ വഴി പേഷ്യൻസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ചും ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള ഹാംഫുൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിലേക്ക് ആൾക്കാർ കടക്കുന്നതിന് മുന്നേ. അതുകൊണ്ട് തന്നെ വളരെ റിലയബിൾ ആയിട്ടുള്ള പ്രൂവൺ ആയിട്ടുള്ള ടെക്നിക്കൽ അല്ലെങ്കിൽ മെഡിസിൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി ആക്യുറേറ്റ് ആയിട്ടുള്ള സയന്റിഫിക് ഡാറ്റ ഇത്തരത്തിലുള്ള ഏജൻസികളിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുവഴി അതിന്റെ അനുസരിച്ച് മാത്രമേ അവർ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നു. ഒരു തരത്തിലും മിസ്ലീഡിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നില്ല, മിസ്ലീഡിംഗ് ആയിട്ടുള്ള ക്ലെയിമുകൾ ഉന്നയിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്ത് ഇറങ്ങുന്ന മരുന്നുകളുടെ മേലെ പബ്ലിക് ട്രസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയും മെഡിക്കൽ ട്രീറ്റ്മെന്റിലും ഹെൽത്ത് കെയറിലും ഒക്കെ ജനങ്ങളുടെ വിശ്വാസം ഉറപ്പുവരുത്തുന്നതിന് ഇത് വളരെ വളരെ അത്യാവശ്യമാണ്. ഈ ഒരു കാര്യമാണ് എഡിറ്റോറിയൽ പറയുന്നുണ്ടായിരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള മെഡിക്കൽ മരുന്ന് ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, പ്രത്യേകിച്ചും മരുന്നുകളുടെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റുമായി ബന്ധപ്പെട്ടൊക്കെ. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു വിഷയത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്.
അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇസ്രായേലുമായിട്ടുള്ള വെപ്പൺ ട്രേഡുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇസ്രായേലുമായിട്ടുള്ള വെപ്പൺ ട്രേഡ് നിർത്തണം എന്ന് പറഞ്ഞിട്ട്. കാരണം ഇസ്രായേൽ ഇത് ജീനോസൈഡിന് ഉപയോഗിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടാൻ വിസമ്മതിക്കുകയാണ് ചെയ്തത്. അപ്പൊ സുപ്രീം കോടതി എന്തുകൊണ്ടാണ് ഇതിൽ ഇടപെടാൻ വിസമ്മതിച്ചത്, എന്താണ് സുപ്രീം കോടതിയുടെ വാദം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പൊ സുപ്രീം കോടതി ഒരു പെറ്റീഷൻ, അതായത് അശോക് കുമാർ ശർമ്മ ആൻഡ് അതേഴ്സ് വാസ് യൂണിയൻ ഓഫ് ഇന്ത്യ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പരിഗണിച്ചില്ല. അപ്പൊ ആ ഒരു പെറ്റീഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഇസ്രായേലിന് മിലിറ്ററി എക്യുപ്മെന്റുകൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓൺഗോയിങ് കോൺഫ്ലിക്റ്റിന്റെ ഇടയിൽ. അപ്പൊ ഇത് തടയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ കോടതി പറഞ്ഞത് അവിടെ ജുഡീഷ്യൽ റിവ്യൂവിന്റെ പരിമിതികളെയാണ് കോടതി ഹൈലൈറ്റ് ചെയ്തതെന്നാണ് ഓദർ പറയുന്നതായിട്ടുള്ളത്. അതായത് ഗവൺമെന്റ് ഒരു ഇന്റർനാഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയത്തിൽ, ഫോറിൻ പോളിസി ഇന്റർനാഷണൽ ലോ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഗവൺമെന്റ് ഡിസിഷനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോടതിയുടെ പരിമിതിയാണ്, അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂയുടെ പരിമിതിയാണ് ഇത് കാണിക്കുന്നതെന്നാണ് ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് കോടതിയുടെ വാദം എന്നുള്ളത്. കോടതി ഇതിനെ ഒരു ഇന്റർനാഷണൽ ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ ഒരു ഒബ്ലിഗേഷൻസിന്റെ മേലെ കോടതി തീരുമാനം എടുക്കുക. അതായത് ഗവൺമെന്റ് ചർച്ചകൾ ചെയ്ത് മറ്റൊരു രാജ്യവുമായിട്ട് കരാർ ഒപ്പിട്ടു. ആ കരാർ ഒപ്പിട്ടത് ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. കാരണം വെപ്പൺസ് കൊടുക്കാമെന്ന് സമ്മതിച്ച് അവർ പേയ്മെന്റ് ചെയ്തു, വെപ്പൺസ് നമ്മൾ കൊടുക്കില്ല എന്ന് പറയുന്നു. അപ്പൊ കരാർ ലംഘനമാണ്. ഈ ഒരു വിഷയത്തിലാണ് കോടതി ഇടപെടാൻ വേണ്ടിയിട്ട് വിസമ്മതിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു കാര്യം കോടതി പറയുന്ന സമയത്ത് ഇത്തരത്തിൽ ജീനോസൈഡ് കൺവെൻഷൻ, അതുപോലെ ജനീവ കൺവെൻഷൻ പോലുള്ള ഹ്യൂമൻ റൈറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കൺവെൻഷനിൽ നമ്മുടെ രാജ്യം സൈൻ ചെയ്തിട്ടുണ്ട്. ഇത്തരം കൺവെൻഷനുകളിൽ നമ്മുടെ രാജ്യം സൈൻ ചെയ്ത് അത് പാലിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ രാജ്യത്തിനുണ്ട്. അപ്പോ ഒരു ഗ്ലോബൽ ലീഡർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ലോക സമാധാനത്തിന്റെ വാഹകർ എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അപ്ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇന്റർനാഷണൽ ലോയില്, പ്രത്യേകിച്ചും ഈ ഒരു വിഷയങ്ങൾ ഇന്റർനാഷണൽ ലോ ഉൾപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ പോലും അതില് ഇത്തരത്തിലുള്ള ജഡ്ജ്മെന്റുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ രാജ്യം ഉയർത്തിപ്പടുക്കുന്ന മൂല്യങ്ങളെ നിലനിർത്തുന്ന ഉത്തരവുകൾ ഇറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതായിരുന്നു എന്നാണ് പറയുന്നുള്ളത്. മറിച്ച് ഇവിടെ പ്യുവർലി അതൊരു കോൺട്രാക്ച്വൽ ഫൈനാൻഷ്യൽ കൺസേൺസ് മാത്രമായിട്ടാണ് നമ്മുടെ കോടതി അതിനെ കണ്ടതെന്നാണ് ഓദർ ക്രിട്ടിസൈസ് ചെയ്യുന്നതായിട്ടുള്ളത്. അതായത് അത് കോൺട്രാക്റ്റിന്റെ കണ്ടീഷൻസിനെ ബ്രീച്ച് ചെയ്യുന്നു, അതുവഴി വലിയ സാമ്പത്തിക ബാധ്യത രാജ്യത്തിനും രാജ്യത്തിന്റെ കമ്പനികൾക്കും ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ ആ ഒരു കോൺട്രാക്റ്റില് ഫോഴ്സ് മെജർ എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്. അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു തരത്തിലും കോൺട്രാക്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ വരുമ്പോൾ ഫോഴ്സ് മെജർ ചെയ്യാൻ വേണ്ടി വരും. അതായത് ഇവിടെ ഇത്തരത്തിൽ ഈ ഒരു ജീനോസൈഡിന് വേണ്ടിയിട്ട് ഈ ഒരു വെപ്പൺസ് യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു അസാധാരണ സാഹചര്യമായി കണക്കാക്കി ഫോഴ്സ് മേജർ ചെയ്യാമായിരുന്നു എന്നും ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ കോടതി ആ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഒബ്ലിഗേഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിരുന്നു, ഫൈനാൻഷ്യൽ കൺസിഡറേഷൻ അല്ല, അല്ലെങ്കിൽ കോൺട്രാക്ച്വൽ ഉത്തരവാദിത്തത്തിനല്ല കൂടുതൽ കൺസിഡറേഷൻ കൊടുക്കേണ്ടതെന്നാണ് ഓദർ പറയുന്നതായിട്ടുള്ളത്. പക്ഷെ ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണുന്ന വെച്ചാൽ ഫോറിൻ പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ കോടതി ഇടപെടാൻ വേണ്ടിയിട്ടുള്ള ഒരു റിലക്റ്റൻസ് കാണിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു സെൽഫ് ഇമ്പോസ്ഡ് ആയിട്ടുള്ള റീസ്ട്രെയിന്റ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഇന്റർനാഷണൽ ആയിട്ടുള്ള ലീഗൽ ഡ്യൂട്ടീസിനെ കുറിച്ച് കോടതി വറീഡ് അല്ല എന്നും ഓദർ ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആണ്, പ്രത്യേകിച്ചും ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ സ്റ്റാൻഡേർഡ്സ് നമ്മുടെ രാജ്യം കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് കൺട്രോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സുപ്രീം കോടതി ഉണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു നല്ലൊരു സ്റ്റെപ്പ് ആയിരുന്നു ഇത്. ബട്ട് സുപ്രീം കോടതി ആ ഒരു അവസരം മിസ് ചെയ്തു എന്നുള്ളതാണ് ഓദർ ഇവിടെ പറയുന്നതായിട്ടുള്ളത്. കാരണം ഈ ഒരു സമയത്ത് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ കോടതി ചോദ്യം ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിൽ, അത് നാളെ ഉള്ള ഗവൺമെന്റുകൾക്ക് നല്ലൊരു മാതൃകയാവുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും എന്നും ഓദർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും ഓദറിന്റെ ക്രിറ്റിസിസം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രത്യേകിച്ചും ഇന്റർനാഷണൽ വിഷയത്തിൽ കോടതികൾ പരമാവധി ഇടപെടല് കുറവാണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാല് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ്. ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇമ്പാക്റ്റും അത് ഫ്യൂച്ചർ ജനറേഷനിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചൊക്കെയാണ് ഓദർ ഈ ഒരു ആർട്ടിക്കിളിൽ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഓദർ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളത്. അപ്പോ ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.